ദ്രാവിഡ മണ്ണിൽ താമര വിരിയിക്കാൻ ഇറങ്ങി തിരിച്ച ബി.ജെ.പിക്ക് ഇപ്പോൾ സ്വന്തം തോട്ടത്തിൽ തന്നെ തീപിടിച്ച അവസ്ഥയാണ്. തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ ഏറ്റവും ശക്തമായ മുഖമായിരുന്ന കെ അണ്ണാമലൈ പാർട്ടിയുമായി ഇടയുകയാണ്. സഖ്യകക്ഷിയായ എ.ഐ.ഡി.എം.കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്വന്തം സംസ്ഥാന അധ്യക്ഷനെ ബലി കൊടുത്ത ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ശരിക്കും ഞെട്ടലിലാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയൊരു കൊടുങ്കാറ്റിന് തിരികൊളുത്തി പുതിയൊരു രാഷ്ട്രീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകാൻ ഒരുങ്ങുകയാണ് മുൻ IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള അണ്ണാമലൈ. മക്കൾ ശക്തി ഇയക്കം അഥവാ ജനശക്തി മൂവ്മെന്റ് എന്ന പേരിൽ സമാന ചിന്താഗതിക്കാരുമായി ചേർന്ന് പുതിയ സംഘടന രൂപീകരിക്കാനാണ് അദ്ദേഹത്തിന്റെ നീക്കം. CBSE 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി കേന്ദ്രം നടപ്പിലാക്കിയ ത്രിഭാഷാ ഫോർമുലയോടുള്ള കടുത്ത വിയോജിപ്പാണ് ഈ പെട്ടെന്നുള്ള തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം. കേന്ദ്രത്തിന്റെ ഈ ഒരു നയം വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും അനാവശ്യമായിട്ടുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്ന് കാണിച്ച് അണ്ണാമലൈ എക്സ് പ്ലാറ്റ്ഫോമിൽ തുറന്നടിച്ചിരുന്നു. 2020 രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് 2021 മുതൽ 25 വരെ തമിഴ്നാട് BJP നയിച്ചത് അണ്ണാമലയായിരുന്നു. വെറും 2% ഒതുങ്ങിയിരുന്ന BJPയുടെ വോട്ട് ബാങ്ക് ചരിത്രത്തിൽ ആദ്യമായി 11% കുതിച്ചുയരുന്നത് ഈ മുൻ പോലീസുകാരന്റെ ഒറ്റയാൾ പോരാട്ടം കൊണ്ടായിരുന്നു. അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം നയിച്ച അണ്ണാമലയുടെ ആക്രമണാത്മക ശൈലി BJPക്ക് സംസ്ഥാനത്ത് അഭൂതപൂർവമായിട്ടുള്ള ഉണർവാണ് നൽകിയത്. എന്നാൽ തമിഴ്നാട്ടിൽ പാർട്ടിയുടെ പര്യായമായി മാറിയ ഈ നേതാവിന് ആ വളർച്ചയുടെ ശില്പിക്ക് BJP നൽകിയ സമ്മാനം എന്തായിരുന്നു? ഒരു വശത്ത് അണ്ണാമലൈ പാർട്ടിയെ വേരുറപ്പിച്ചപ്പോൾ മറുവശത്ത് സഖ്യകക്ഷിയായിട്ടുള്ള AIDMK പിണക്കാതിരിക്കാനായിരുന്നു ഡൽഹിയിലെ നേതാക്കൾക്ക് തിടുക്കം. CN അണ്ണാദുരയ്ക്കും ജയലളിതയ്ക്കും എതിരെ അണ്ണാമലൈ നടത്തിയ ചില വിവാദ പരാമർശങ്ങൾ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കിയപ്പോൾ BJP AIDMK സഖ്യം പുനരുജ്ജീവിപ്പിക്കാൻ എടപ്പാടി പളനിസ്വാമി വെച്ച പ്രധാന നിബന്ധന തന്നെ അണ്ണാമലയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നതായിരുന്നു. ആ ഒരൊറ്റ ആവശ്യത്തിന്മേൽ പാർട്ടിയെ വളർത്തിയ നേതാവിനെ BJP നേതൃത്വം നിർദ്ദയം വെട്ടിമാറ്റി. പകരം നയനാർ നാഗേന്ദ്രനെ പ്രതിഷ്ഠിച്ചു. പോരാത്തതിന് ജനകീയനായിട്ടുള്ള അണ്ണാമലയ്ക്ക് നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ മത്സരിക്കാൻ പോലും പാർട്ടി അവസരം നൽകിയില്ല എന്നത് BJPയുടെ തികഞ്ഞ രാഷ്ട്രീയ പാപ്പരത്തമാണ് കാണിക്കുന്നത്. സ്വന്തം കാലിൽ നിൽക്കാൻ പാർട്ടിയെ പ്രാപ്തനാക്കിയ ഒരു നേതാവിനെ സഖ്യകക്ഷിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി അവഗണിച്ചതിന്റെ വലിയ വിലയാണ് തമിഴ്നാട് BJP ഇപ്പോൾ നൽകാൻ പോകുന്നത്. അടിത്തട്ട് മുതൽ പാർട്ടി കെട്ടിപ്പടുത്ത ആ അതികായനെയാണ് BJPക്ക് ഇന്ന് നഷ്ടമാകുന്നത്. തമിഴ്നാട്ടിലെ തങ്ങളുടെ വികലമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ച് BJP കേന്ദ്ര നേതൃത്വം ഗൗരവമായി ആത്മപരിശോധന നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അണ്ണാമലയുടെ ഈ പുതിയ നീക്കം ദ്രാവിഡ മണ്ണിലെ BJPയുടെ ഭാവി സ്വപ്നങ്ങളുടെ മേൽ വീഴുന്ന കനത്ത പ്രഹരമാണ്.